ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. നമ്മുടെ ഇന്നത്തെ വീഡിയോ ചെറിയൊരു ടെക് അപ്ഡേറ്റ് ആണ്. ആദ്യത്തെ വിഷയം തന്നെ പബ്ജിയുടെ കാര്യം പറയാം. പബ്ജി വരാൻ പോകുന്നൊന്നുമില്ല, പകരം അതിന്റെ ഒരു പുതിയ അപ്ഡേറ്റ് വന്നിരിക്കുന്നതാണ് ഞാൻ പബ്ജി റീലോഞ്ച് എന്നോട് ഉദ്ദേശിച്ചത്. പബ്ജി ന്യൂ സ്റ്റേറ്റ് എന്നൊരു ഗെയിം വന്നിട്ടുണ്ട്. അപ്പൊ അത് മിക്കവാറും ഇന്ത്യയിലേക്ക് വരുമെന്ന പ്രതീക്ഷയിലായിരുന്നു. അത് പക്ഷേ ഇന്ത്യ, ചൈന, വിയറ്റ്നാം പോലുള്ള കൺട്രികളെ എക്സ്ക്ലൂഡ് ചെയ്തുകൊണ്ട് ഒഴിവാക്കിക്കൊണ്ടാണ് ലോഞ്ച് ചെയ്യാൻ പോകുന്നത്. അതായത് അവൈലബിൾ ആവാൻ പോകുന്നത്, പ്ലേ സ്റ്റോറിലാണെങ്കിലും അവൈലബിൾ ആവാൻ പോകുന്നത്. ഇന്ത്യ, വിയറ്റ്നാം, ചൈന പോലുള്ള നാടുകളിലേക്ക് അത് വരുന്നില്ല എന്നുള്ളതാണ് നമുക്ക് ഇപ്പോഴേക്കും മനസ്സിലായിട്ടുള്ളത്. സോ ഈ ന്യൂ സ്റ്റേറ്റ് അല്ല വരാൻ പോകുന്ന ഗെയിം. പിന്നെ ക്രാഫ്റ്റൺ, ഈ പബ്ജിയുടെ കമ്പനി ചിന്തിക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ് ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് വന്നിരിക്കുന്നത്. അവരുടെ ഒഫീഷ്യൽ പറഞ്ഞിരിക്കുന്നത് എങ്ങനെയാണ്, പബ്ജി ന്യൂ സ്റ്റേറ്റ് ഇന്ത്യയിലേക്ക് കൊണ്ടുവരിക എന്നുള്ളതല്ല അവരുടെ പ്രഥമ ലക്ഷ്യം എന്നുള്ളതാണ്. അതിനേക്കാൾ ഉപരി പബ്ജി, ഒറിജിനൽ പബ്ജി, ഇവിടെ നമുക്ക് ബാനായി നിൽക്കുന്ന ആ പബ്ജിയെ അതിന്റെ തടസ്സങ്ങളെല്ലാം മാറ്റി ഇന്ത്യയിലേക്ക് റീലോഞ്ച് ചെയ്യുക എന്നുള്ളതാണ് അവരുടെ പ്രധാനപ്പെട്ട, അല്ലെങ്കിൽ ഇപ്പോഴത്തെ പ്രഥമ ദൗത്യം എന്ന് പറയുന്ന രീതിയിലേക്ക് അവർ വെച്ചിരിക്കുന്ന കാര്യങ്ങളെന്നാണ്. അപ്പോൾ ന്യൂ സ്റ്റേറ്റ് അല്ല ഇന്ത്യയിലേക്ക് ആദ്യം വരിക, പകരം പബ്ജി തന്നെ ആയിരിക്കും. അതിനു വേണ്ടിയാണ് അവർ ഹാർഡായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അവരുടെ ഭാഗത്ത് നിന്ന് യാതൊരു ഇഷ്യൂസും ഇല്ല, എല്ലാം ക്ലിയർ ആണ്. ഗവൺമെന്റിന്റെ ഒരു പെർമിഷൻ മാത്രം കിട്ടിയാൽ മതി. ഗവൺമെന്റ് എല്ലാ കാര്യങ്ങളും അവർ ഓക്കെ ആക്കിയിട്ടുണ്ട്. അപ്പോൾ ഗവൺമെന്റ് ഭാഗത്തുനിന്നുള്ള ഒരു പെർമിഷൻ മാത്രമേ എനിക്ക് കിട്ടുള്ളൂ. കിട്ടിക്കഴിഞ്ഞാൽ പബ്ജി ലോഞ്ച് ചെയ്യും, ന്യൂ സ്റ്റേറ്റ് പിന്നാലെ വരുമായിരിക്കും. എന്തായാലും ന്യൂ സ്റ്റേറ്റ് ഉടനെ കൊണ്ടുവന്ന് ലോഞ്ച് ചെയ്യുന്ന ഒരു വാർത്ത ഇപ്പോഴേക്കില്ല എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാവുന്നത്. കാരണം ഈ അടുത്ത കാലത്ത് നമ്മൾ കേട്ടിരുന്നു പബ്ജിയുടെ ഒരു ഹിന്ദി സൈറ്റ് കൂടി വരുന്നുണ്ട്. സോ പബ്ജി ഹിന്ദി, പബ്ജി ന്യൂ സ്റ്റേറ്റ് ഹിന്ദി, ആ രീതിയിലുള്ള ഒരു സംഭവം കൂടി നമ്മൾ കേട്ടിരുന്നു. അങ്ങനെയാണെങ്കിൽ മിക്കവാറും പബ്ജി ന്യൂ സ്റ്റേറ്റ് ഇന്ത്യയിൽ ലോഞ്ച് ചെയ്യും, ഹിന്ദി സൈറ്റൊക്കെ വന്ന സ്ഥിതിക്ക് ഉടനെ ലോഞ്ച് ചെയ്യുന്നുള്ള പ്രതീക്ഷ ഒരുപാട് പേർക്കുണ്ട്. പക്ഷെ ക്രാഫ്റ്റൺ പറയുന്നത് എങ്ങനെയാണ്, ന്യൂ സ്റ്റേറ്റിനല്ല പ്രാധാന്യം അവർ കൊടുക്കുന്നത്, ഒറിജിനൽ പബ്ജി റീലോഞ്ച് ചെയ്യാനാണ്. പക്ഷെ ഇത് രണ്ടായാലും അദ്ദേഹത്തിന്റെ ഒരു ഒഫീഷ്യൽ സ്റ്റേറ്റ്മെന്റ് മാത്രമാണ് കിട്ടിയിട്ടുള്ളൂ, അല്ലാതെ അതിൽ വേറെ പുരോഗതി ഒന്നും തന്നെയും ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ല. സോ അത്രയുമാണ് പബ്ജിയുടെ കാര്യത്തിലുള്ള ഒരു പുതിയ അപ്ഡേറ്റ് എന്ന് പറയുന്നത്. ഇനി അടുത്ത ഒരു പ്രധാനപ്പെട്ട കാര്യം, കഴിഞ്ഞ ദിവസം റെഡ്മി നോട്ട് സീരീസ് ഫോണുകൾ ലോഞ്ച് ചെയ്തപ്പോഴല്ല, അതിന് മുൻപേ നമ്മൾ പറഞ്ഞുള്ള ഒരു കാര്യം, റെഡ്മി നോട്ട് സീരീസിൽ ഒരു 5G ഫോൺ ഉണ്ടായിരിക്കും എന്നുള്ളതാണ്. നമ്മൾ അങ്ങനെയാണ് കേട്ടിരുന്നത്. അതും മീഡിയ ടെക്കിന്റെ പ്രോസർ വെച്ചുകൊണ്ടായിരിക്കും വരിക എന്നുള്ള കാര്യവും നമ്മൾ മുൻപേ പല വീഡിയോകളിൽ പറഞ്ഞിട്ടുള്ളതാണ്. ബട്ട് ഇന്നലെ ലോഞ്ച് ചെയ്തപ്പോൾ 3 ഫോണുകൾ, നോട്ട് 10, അതേപോലെ നോട്ട് 10 പ്രോ, പ്രോ മാക്സ്, ഈ 3 ഫോണുകൾ ഇന്ത്യയിൽ ലോഞ്ച് ചെയ്തിട്ട് ഒന്നിലും 5G ഇല്ല, മീഡിയ ടെക് പ്രോസസർ അല്ല, കോൾകോം പ്രോസസർ തന്നെയാണ് അതിൽ വെച്ചിരിക്കുന്നത്. നമ്മുടെ സുഹൃത്തുക്കൾ കമന്റ് ആയിട്ട് മുൻപേ ഷെയർ ചെയ്തിരുന്നു, കോൾകോം ആയിരിക്കും, അതിൽ ഡയമൻസിറ്റി ഉണ്ടാവില്ല, അല്ലെങ്കിൽ മീഡിയ ടെക് പ്രോസസർ ഉണ്ടാവില്ല എന്നൊക്കെ കമന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ നമ്മൾ എക്സ്പെക്ട് ചെയ്തിരുന്ന ഒരു ഡയമൻസിറ്റി പ്രോസസർ ഉള്ള 5G ഫോൺ അത് ഇന്ത്യയിൽ പക്ഷേ ഇന്നലെ വന്നിട്ടില്ല. പക്ഷേ ആ ഒരു ഫോൺ ഉണ്ടായിരുന്നു എന്നുള്ളത് വാസ്തവമാണ്. കാരണം അത് ഗ്ലോബലി, യൂറോപ്യൻ കൺട്രീസിലൊക്കെ ഗ്ലോബലി അത് ലോഞ്ച് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് അവിടെ കാണാം അതിന്റെ ഇമേജ്. ഇതിനകത്ത് വേറെ സ്പെഷ്യാലിറ്റി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇത് റെഡ്മി നോട്ട് 10, നമ്മുടെ ഇന്ത്യയിൽ ലോഞ്ച് ചെയ്തിരിക്കുന്ന റെഡ്മി നോട്ട് 10 11,990 സ്റ്റാർട്ട് ചെയ്യുന്ന ഫുൾ HD പ്ലസ് സൂപ്പർ ആമോലെഡ് ഡിസ്പ്ലേയും സ്നാപ്ഡ്രാഗൺ 678 ഒക്കെ വെച്ച് 5000 mAh ബാറ്ററിയും 33 വാട്ട് ഫാസ്റ്റ് ചാർജിംഗ് വെച്ചുകൊണ്ട് ആ ഒരു പ്രൈസിന് വർത്തായിട്ടൊരു ഫോണാണെന്ന് ഞാൻ സെപ്പറേറ്റ് വീഡിയോ ചെയ്ത് പറഞ്ഞിരുന്നു. ആ ഒരു ഫോണിന്റെ മാറ്റം വരുത്തിയ ഒരു വകഭേദമാണ് ഈ 5G വേർഷൻ. അതായത് പ്രോയിലോ പ്രോ മാക്സിലോ അല്ല 5G വന്നിരിക്കുന്നത്. റെഡ്മി നോട്ട് 10 എന്ന ഫോൺ 12,000 രൂപയ്ക്ക് ലോഞ്ച് ചെയ്ത ആ ഒരു ഫോണിന്റെ ഒരു വകഭേദത്തിലാണ് ഈ 5G കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പൊ എന്തൊക്കെയാണ് മാറ്റങ്ങൾ നമുക്ക് നോക്കാം. ആദ്യമായിട്ട് ഇതിന്റെ പ്രൊസസർ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, മീഡിയ ടെക്കിന്റെ ഡയമൻസിറ്റി 700 എന്ന് പറയുന്ന പ്രോസസറാണ്. ഇതൊരു 5G പ്രോസസർ തന്നെയാണ്. സോ ഈ ഒരു പ്രോസസർ സ്നാപ്ഡ്രാഗൺ 678 പകരം ഡയമൻസിറ്റി പ്രോസസർ വെച്ചുകൊണ്ടാണ് അവർ 5G ഫോൺ റെഡ്മി നോട്ട് 10 5G ലോഞ്ച് ചെയ്തിരിക്കുന്നത്. സോ ഈ ഒരു ഫോൺ തന്നെയാണ് ഈ ലൈനപ്പിൽ ഒരു 5G ഫോൺ ഉണ്ടാവും എന്നുള്ളത് കൊണ്ട് നമ്മൾ ഉദ്ദേശിച്ചിരുന്നതും. അത് തന്നെയാണ് നമ്മൾ ഇന്ത്യയിലും എക്സ്പെക്ട് ചെയ്തിരുന്നത്. പക്ഷേ അത് ഇന്ത്യയിൽ അവർ ലോഞ്ച് ചെയ്തിട്ടുള്ളത് എന്താണ്, ഇന്ത്യയിൽ മാത്രം അവർ ഇത് ഒഴിവാക്കിയതെന്ന് എനിക്ക് മനസ്സിലായില്ല. എന്തായാലും ഇങ്ങനെ ഒരു 5G ഫോൺ കൂടി അവർ ഈ നോട്ട് 10 സീരീസിൽ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. ഇതിന്റെ ബാക്കിയുള്ള സ്പെസിഫിക്കേഷൻ നോക്കിയാൽ 6.5 ഇഞ്ച് വരുന്ന ഫുൾ HD പ്ലസ് 90 Hz റീഫ്രഷ് റേറ്റോട് കൂടിയ ഡിസ്പ്ലേ ആണ്. സൂപ്പർ ആമോലെഡ് ഡിസ്പ്ലേ എന്ന് പറയുന്നില്ല. സോ ഇത് LCD ഡിസ്പ്ലേ തന്നെ ആവണം. 4GB RAM, 64GB സ്റ്റോറേജ്, 4GB RAM, 128GB സ്റ്റോറേജ് തുടങ്ങിയ വേരിയന്റുകളിലാണ് ആ കൺട്രികളിലൊക്കെ ലോഞ്ച് ചെയ്തിരിക്കുന്നത്. ഇന്ത്യയിലേക്ക് വരുമ്പോൾ 6GB RAM വരുമായിരിക്കാം. 48 MP ക്വാഡ് ക്യാമറ സെറ്റപ്പാണ് റിയർ സൈഡിൽ. 8 MP സെൽഫി ക്യാമറയാണ് വരുന്നത്. 5000 mAh ബാറ്ററിയും 18 വാട്ട് ഫാസ്റ്റ് ചാർജിംഗ് ഒക്കെയാണ് വരുന്നത്. ഈ ഒരു ഫോണിന്റെ 4GB 64GB വേരിയന്റിന് 17,000 രൂപയാണ് വരുന്നത്, 17,500 ആണ്. 4GB 128ന് 20,000 രൂപയും വരുന്നുണ്ട്. സോ ഈ ഒരു 5G ഫോൺ ഇന്ത്യയിലേക്ക് വരുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ രൂപത്തിൽ എന്തായാലും വരാൻ വഴിയില്ല. അങ്ങനെ വന്നാൽ അത് ക്ലിക്ക് ആവില്ല. കാരണം ഓൾറെഡി 17,000 രൂപ 20,000 രൂപയ്ക്കൊക്കെ റിയൽമിയുടെ നല്ല 5G ഫോണുകളോടെ ഓൾറെഡി അവൈലബിൾ ആണ്. അതിനെ ബീറ്റ് ചെയ്യുന്ന തരത്തിലുള്ള ഒരു 5G ഫോൺ കൊണ്ടുവന്നാലേ കാര്യമുള്ളൂ. പിന്നെ ഇവിടെ ഇവർക്ക് ചെയ്യാവുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, ഇത് യൂറോപ്യൻ പ്രൈസിംഗ് ആണ്. അപ്പോൾ മറ്റുള്ള കൺട്രികളിലെ പ്രൈസിംഗ് ആണ് 17,000 പറയുന്നത്. 15,000 താഴെ വേണമെങ്കിൽ അവർക്ക് ഈ ഒരു ഫോൺ ഇന്ത്യയിലേക്ക് കൊണ്ടുവന്നിട്ട് ഒരു 5G ഫോൺ എന്ന രീതിയിൽ അവതരിപ്പിച്ചാൽ ചിലപ്പോൾ അത് 5G നോക്കി ഫോൺ എടുക്കുന്ന ആൾക്കാരെ സംബന്ധിച്ച് ചിലപ്പോൾ ഇഷ്ടപ്പെടാൻ സാധ്യതയുണ്ട്. ബട്ട് എത്രത്തോളം എന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല.
എന്തായാലും റെഡ്മി നോട്ട് 10 സീരീസിൽ ഒരു 5G ഫോൺ കൂടി ഉൾപ്പെടുന്നുണ്ടെന്നുള്ളത് സത്യമാണ്. പക്ഷേ ഇത് ഇന്ത്യയിൽ ഇതുവരെയും ലോഞ്ച് ചെയ്തിട്ടില്ല. പക്ഷേ അത് വരുമെന്ന് തന്നെയാണ് ഇപ്പോഴേക്കും എല്ലാവരും എക്സ്പെക്ട് ചെയ്യുന്നത്. ഇനി ഇന്നത്തെ അടുത്തൊരു ന്യൂസ് എന്ന് പറയുന്നത് വൺപ്ലസിന്റെ നോഡ് 2 വരാൻ പോവാണ്. ഡയമൻസിറ്റി 1200 എന്ന് പറയുന്ന പ്രോസർ വെച്ചുകൊണ്ടായിരിക്കും നോഡ് 2 വരിക. അത് ഫസ്റ്റ് ക്വാർട്ടറിൽ വരുമെന്നുള്ള കാര്യം നമ്മൾ മുൻപേ പറഞ്ഞിട്ടുള്ളതാണ്. അപ്പോൾ അതിപ്പോൾ വീണ്ടും കേട്ട് തുടങ്ങിയിട്ടുണ്ട്. മിക്കവാറും 1-2 മാസത്തിനുള്ളിൽ തന്നെ നോഡ് 2 ലോഞ്ച് ചെയ്യുന്നുണ്ട്. അതായത് 25,000 രൂപയ്ക്ക് ഇറങ്ങിയിരിക്കുന്ന നോഡ്, 28,000 രൂപയ്ക്ക് ഇറങ്ങിയിരിക്കുന്ന നോഡിന്റെ 2 വെർഷൻ. അതിനൊരു 64GB 25,000 അത് ആ വിലക്കാണ് ഈ ഫോൺ സ്റ്റാർട്ട് ചെയ്യുന്നതെന്ന് കാണിക്കാൻ വേണ്ടി അവർ ഇറക്കിയിരിക്കുന്നതാണ്. എന്തായാലും അതിന്റെ നോഡ് 2 വരുന്നുണ്ട്. അത് കുറച്ചും കൂടി നല്ല പ്രൈസിംഗിൽ ഇറങ്ങുമെന്ന് നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. അതും 5G തന്നെ ആയിരിക്കും. അതായത് നോഡ് ഒരു മിഡ് റേഞ്ചിൽ കുറച്ചും കൂടി വില കുറച്ചുകൊണ്ട് ആ വൺപ്ലസിന്റെ ആ ഒരു സ്ട്രോങ് ആ ഒരു റേഞ്ചിൽ നിന്ന്, ഹൈ എൻഡ് റേഞ്ചിൽ നിന്നും മാറ്റിയിട്ട് ഒരു സെക്കൻഡറി ലൈനപ്പും കൂടി അടിപൊളിയായിട്ട് സ്ട്രോങ് ആയിക്കൊണ്ടിരിക്കുകയാണ്. ഒരിട്ട് താമസിയാതെ ലോഞ്ച് ചെയ്യുമെന്ന് എക്സ്പെക്ട് ചെയ്യാം. ഇനി അടുത്തൊരു ന്യൂസ് എന്ന് പറയുന്നത് Redmi K40, Poco F3, F2 ആ ഫോണുകളൊക്കെ ആയിട്ട് വരാൻ സാധ്യതയുണ്ടെന്ന് നമ്മൾ കേട്ടിരുന്നു. പുതിയൊരു അപ്ഡേറ്റ് ചില മാധ്യമങ്ങളിൽ കാണുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു പേരിലല്ല, വേറൊരു പേരിൽ ഇത് ഗ്ലോബലി ലോഞ്ച് ചെയ്യപ്പെടുമെന്നാണ്. അതായത് Mi11X എന്ന പേരിൽ ഈ Redmi K40 Pro ലോഞ്ച് ചെയ്യാൻ സാധ്യതയുണ്ട്. Pro Plus ആണെങ്കിൽ Mi11i എന്ന പേരിലൊക്കെ ലോഞ്ച് ചെയ്യുമെന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള ന്യൂസുകൾ ഇപ്പോൾ കാണുന്നുണ്ട്. ബട്ട് അതിനെ ഇപ്പോൾ തൽക്കാലത്തേക്ക് അതിനൊന്നും മൈൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല. നമുക്ക് അതിനെക്കുറിച്ച് കുറച്ചും കൂടി കോൺക്രീറ്റ് ആയ എന്തെങ്കിലും ഡീറ്റെയിൽസ് കിട്ടുമ്പോൾ ഞാൻ നേരത്തെ വീഡിയോകളിൽ അപ്ഡേറ്റ് ചെയ്യാം. എന്തായാലും K40 ഗ്ലോബലി അല്ലെ ഇന്ത്യയിലേക്കും വരുന്നുണ്ടെന്നുള്ളതിൽ യാതൊരു സംശയവും വേണ്ട. ഒരുപാട് മാധ്യമങ്ങളിലും ഒരുപാട് സർട്ടിഫിക്കേഷൻ സൈറ്റുകളിലും നമ്മൾ അതിന്റെ ഡീറ്റെയിൽസ് ഒക്കെ കാണുന്നുണ്ട്. ഇനി അടുത്തൊരു ന്യൂസ് എന്ന് പറയുന്നത് സാംസങ് ഗാലക്സി A52 എന്ന് പറയുന്ന ഒരു ഫോൺ ഓൾറെഡി വരുന്നുണ്ട്. 6.5 ഇഞ്ച് വരുന്ന സൂപ്പർ ആമോലെഡ് ഡിസ്പ്ലേയും കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു ഫോണിൽ പറയുന്നത്. 64MP ക്യാമറ സെറ്റപ്പ് റിയർ സൈഡിൽ, 4500 mAh ബാറ്ററി ഈ ഫോണിൽ വരുന്നുള്ളൂ. 25 വാട്ടിന്റെ ഫാസ്റ്റ് ചാർജിംഗ് സപ്പോർട്ട് ചെയ്യുന്ന ഡിവൈസിൽ Android 11 ഒക്കെ ആയിരിക്കും ഉണ്ടായിരിക്കുക എന്നാണ് കേൾക്കുന്നത്. സോ ഒരു സാംസങ് ഫോൺ കൂടി വരുന്നുണ്ട്. കുറച്ചൊന്ന് വെയിറ്റ് ചെയ്യേണ്ടി വരും അതിന്റെ കൂടുതൽ വിവരങ്ങൾ കിട്ടാൻ വേണ്ടി. ഇനി അടുത്തൊരു ന്യൂസ് എന്ന് പറയുന്നത് Poco X3 Pro എന്ന ഫോണിനെ കുറിച്ചാണ്. ഇതിന് വ്യത്യസ്തമായ ഇൻഫർമേഷനാണ് ഈ ഫോണുകളെ കുറിച്ച് കിട്ടിയിരിക്കുന്നത്. എന്താണെന്ന് വെച്ചാൽ സ്നാപ്ഡ്രാഗൺ 855+ എന്ന പ്രോസസർ, ഒരു ഫ്ലാഗ്ഷിപ്പ് രീതിയിലുള്ള പ്രോസസർ വെച്ചുകൊണ്ടായിരിക്കും Poco X3 Pro എന്ന ഫോൺ വരിക എന്നുള്ളതാണ്. 6.67 ഇഞ്ച് വരുന്ന ഡിസ്പ്ലേ ആമോലെഡ് ഡിസ്പ്ലേ തന്നെയാണ്. അതും സൂപ്പർ ആമോലെഡ് ഡിസ്പ്ലേ തന്നെയാണ്. 33 വാട്ട് ഫാസ്റ്റ് ചാർജിങ്ങും സ്റ്റീരിയോ സ്പീക്കറും IP53 വാട്ടർ സംവിധാനങ്ങളും ഇതിൽ ഉൾപ്പെടുന്നുണ്ട്. ഫ്രണ്ടിൽ Gorilla Glass 5ന്റെ പ്രൊട്ടക്ഷൻ ഉണ്ടായിരിക്കും. ഒപ്പം തന്നെ ഇതിന്റെ പ്രൈസിംഗ് ആണെങ്കിൽ 25,000 രൂപയിൽ താഴെ വരുമെന്നും പറയപ്പെടുന്നുണ്ട്. 855+ തീർച്ചയായിട്ടും ഒരു ഫ്ലാഗ്ഷിപ്പ് പെർഫോമൻസ് തരുന്ന പ്രോസസറാണ്. ഒരു സംശയം വേണ്ട, നല്ല പെർഫോമൻസ്. അപ്പൊ തീർച്ചയായിട്ടും 25,000 താഴെ ഫോൺ വരികയാണെങ്കിൽ ഒരു കിടിലൻ ഫോൺ ആയിരിക്കും. ഇനി ലാസ്റ്റത്തെ ഒരു ന്യൂസ് എന്ന് പറയുന്നത് ഇവിടെ എല്ലാ ചൈനയിൽ ലോഞ്ച് ചെയ്ത ഫോണിന്റെ കാര്യമാണ്. പക്ഷെ ആ ഒരു ഫോണിന്റെ ഭംഗി എനിക്ക് ഇഷ്ടപ്പെട്ടു. Redmagic 6 നിങ്ങൾക്ക് ഇവിടെ കാണാം. ഒരു നല്ല സ്റ്റൈലും ലുക്കിലും കാര്യങ്ങളൊക്കെ ഉള്ള ഒരു ഫോണാണ്. പ്രത്യേകിച്ചൊന്നും പറയാനുള്ള ഒരു ഗെയിമിംഗ് ഫോണാണ്. സോ നിങ്ങൾക്ക് അറിയാം Asus ROG ഫോൺ പോലെയൊക്കെ ഏറ്റവും പുതിയ ഫ്ലാഗ്ഷിപ്പ് പ്രോസസർ സ്നാപ്ഡ്രാഗൺ 888 Android 11 ഒക്കെ വെച്ചുകൊണ്ട് കൂടിയ റീഫ്രഷ് റേറ്റിൽ 165 Hz റീഫ്രഷ് റേറ്റും Full HD+ AMOLED ഡിസ്പ്ലേയും കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തി ഒരു കിടിലൻ ഗെയിമിംഗ് ഫോൺ എന്ന രീതിയിൽ 4500 mAh ബാറ്ററി ഉള്ളൂ എന്നുള്ളത് മാത്രമാണ് ഒരു മൈനസ് ആയിട്ട് എനിക്ക് തോന്നിയത്. 120 വാട്ടിന്റെ ഫാസ്റ്റ് ചാർജിംഗ് ഉൾപ്പെടുന്നുണ്ട്. സോ ഒരു കിടിലൻ ഫ്ലാഗ്ഷിപ്പ് ഫോൺ തന്നെയാണ്. ഈ ഫോണിലാകെ എനിക്ക് തോന്നിയ ഒരു കാര്യം, മെയിൻ ആയിട്ടുള്ള ഘടകങ്ങളെ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. ഇതിനകത്ത് 120 വാട്ടിന്റെ ഫാസ്റ്റ് ചാർജിങ്ങും 4500 mAh ബാറ്ററിയാണ്. 165 Hz റീഫ്രഷ് ആയിട്ടുള്ള ഡിസ്പ്ലേയിൽ ഈ ഒരു ബാറ്ററി എന്ന് പറയുന്നത് 4500 mAh എന്ന് പെട്ടെന്ന് തീരും. ഗെയിം കളിക്കുന്നവരെ സംബന്ധിച്ച് കുറച്ചധികം നേരം കളിക്കാൻ പറ്റിയാലാണ് ഒരു രസമുള്ളൂ അല്ലെ. നിങ്ങൾക്ക് എന്താ തോന്നിയത്? ഈ 4500 mAh ബാറ്ററിയും ഈ 120 വാട്ട് ഫാസ്റ്റ് ചാർജിങ്ങും ആണോ ഒരു നല്ല കോംബോ? നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും കമന്റ് ആയിട്ട് ഷെയർ ചെയ്യാം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്തും ഷെയർ ചെയ്തൊക്കെ നമ്മളെ സപ്പോർട്ട് ചെയ്യാം. വീണ്ടും ഒരു വീഡിയോ ആയിട്ട് കണ്ടുമുട്ടാം.